ഗായ്സ്, വെൽക്കം ബാക്ക്. ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകുന്നതാണ് കേട്ടോ. ഇങ്ങനെ എയർപോർട്ടിലേക്ക് എത്തി ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് പോകുന്നത് തായ്ലൻഡിലേക്കാണ് കേട്ടോ. പിന്നെ ഇതാ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോലെ ഒറ്റയ്ക്ക് തന്നെ അവന് പോകണം. അവൻ്റെ സുറ്റ്കേസ് അവനെ പിടിക്കണം, അവന് വേഗം കയറണം. അതെല്ലാം ഇപ്പോൾ അവൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം. പിന്നെ മക്കൾ വലുതാകുമ്പം അവർ സ്വഭാവങ്ങളൊക്കെ മാറും, അവർക്കെല്ലാം സ്വന്തമായിട്ട് ചെയ്യണം. അതെല്ലാം എന്താ എത്ര പെട്ടെന്ന് വളരുന്നത്, അതെല്ലാം ഇപ്പോൾ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു എനിക്ക്. അവിടെ സീറ്റ് നോക്കുന്നു, നമ്പർ നോക്കുന്നു, വേഗം പോയി ഇരിക്കുന്നു, അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം വലുതായതനുസരിച്ച് അവർ മാറുമല്ലോ അല്ലേ. വേഗം നടന്നിട്ട് സൈഡ് സീറ്റിൽ തന്നെ ഒന്ന് ഇരിക്കണം. അവിടെ ഇരുന്ന് വിൻഡോയിൽ ഓപ്പണാക്കി അതെല്ലാം നോക്കി കുറേ എന്തെല്ലോ പറയാനും ചോദിക്കാനെല്ലാം ഉണ്ടാവും. എനിക്ക് കുറേ സംശയങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം കയറി തന്നെ അടന്തെല്ലാം ഇല്ല, അതെല്ലാം എടുത്ത് നോക്കും. അങ്ങനെ ഒരു ഹെഡ്സെറ്റ് ഉണ്ടായിന്, അതെടുത്ത് അത് തുറന്ന് നോക്കി അത് വെച്ച് കാർട്ടൂൺ നോക്കി അങ്ങനെല്ലാം ചെയ്യുന്നത്. അർജുൻ എന്തെല്ലോ പറയുന്നുണ്ട് കേട്ടോ. അതിനിടക്ക് കുറേ ഡൗട്ടെല്ലാം ഉണ്ട്, സംസാരിക്കാനുണ്ട് നോക്കിയിട്ട്. നമ്മൾ ലഞ്ചെത്തി. പിന്നെ റൈസ്, വെജിറ്റബിള്, ഒരു പുഡിങ് അങ്ങനെയൊക്കെ കേട്ടോ. ഇത് നമ്മൾ ഓർഡർ ചെയ്തതാണ്, ഹലാൽ ഫുഡാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. മുമ്പൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഫ്ലൈറ്റിൽ നമുക്ക് ഹലാൽ ഫുഡായാലും നമുക്ക് ഇഷ്ടമുള്ള ഫുഡായാലും കിട്ടിയിട്ടുണ്ടായിട്ട്, പക്ഷേ ഇതിൽ അങ്ങനെ കിട്ടി. അപ്പം നല്ല സന്തോഷമായിട്ടുണ്ടായിന്. പിന്നെ എയർലൈൻസിൻ്റെ വകെ നമുക്ക് സ്നാക്സ് അങ്ങനത്തെ എല്ലാം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് 9 മണിക്കൂർ വിശന്നിട്ടൊന്നുമില്ല, ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ അർജു കളർ ചെയ്തുകൊണ്ടും കാർട്ടൂൺ നോക്കിക്കൊണ്ടെല്ലാം അങ്ങനെ സമയം കളഞ്ഞ് ഞങ്ങളും അങ്ങനെ മൂവിയെല്ലാം കണ്ട്. പിന്നെ ഡേ ടൈം ആയതുകൊണ്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല. അർജു ഇങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ ഈ വിമാനം തന്നെ പോകുന്നതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ ലാൻഡായി. ബാങ്കോക്ക് സുവർണഭൂമിയാണ് എയർപോർട്ട്. പിന്നെ എന്തോ സംസാരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ടും ആവശ്യമില്ല, ഒറ്റയ്ക്ക് തന്നെ പോകുന്നുണ്ട്. പിന്നെ ഡോളർ എക്സ്ചേഞ്ച് ചെയ്യാനുണ്ടായിനെ. മജി കാർഡിന് എക്സ്ചേഞ്ച് എല്ലാം ചെയ്ത് പിന്നെ ഇവിടുത്തെ പൈസേനെ പറയാം തായ് ബാത്ത് നിന്ന് കേട്ടോ. ഞങ്ങൾക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. പിന്നെ വീണ്ടും വരുന്നത് മുമ്പിൽ പോയിട്ട് നിൽക്കുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ആക്കിക്കൊണ്ടേ പോകും. ഞാൻ അടുത്ത് എത്തുമ്പോൾ അത് സ്റ്റോപ്പായി. അങ്ങനെ പിന്നെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ പുറത്ത് ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റുന്നുണ്ടായിട്ടാ. ഹർജു അങ്ങനെ നല്ല പോലെ വരാൻ തുടങ്ങി ചൂടെടുത്തിട്ട്. പിന്നെ കാറ് കയറി നമുക്ക് സമാധാനമായി. പിന്നെ ബാങ്കോക്കിൽ നിന്ന് പട്ടായയിലേക്കാട്ടാമ പോകുന്നത്. പട്ടായയിലേക്ക് ബാങ്കോക്കിൽ നിന്ന് 1 hour ട്രാവലുണ്ട്. നല്ല അടിപൊളി ഡ്രൈവറായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചോ എന്നെല്ലാം പറഞ്ഞ് പിന്നെ വൈഫൈ ഓണാക്കി തന്ന് നല്ല സ്വഭാവമായിരുന്നു, നല്ല പോലെ. പക്ഷെ അവർക്ക് സംസാരിക്കാനൊന്നും അറിയില്ല, അവർക്ക് ഇംഗ്ലീഷായിട്ടൊന്നും സംസാരിക്കാനൊന്നും അറിയില്ല. പക്ഷെ ഇങ്ങനെ അങ്ങനെയല്ലോ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിന്നെ ഇംഗ്ലീഷിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് അവിടെ നമ്മൾ സംസാരിക്കുന്നുണ്ടായത്. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി വെച്ചാൽ അവർക്ക് ഇംഗ്ലീഷ് അറിയുന്നേ ഇല്ല. അതുകൊണ്ട് നമുക്കിനെ ചെറിയൊരു ബുദ്ധിമുട്ട്, വേറെ കുഴപ്പമൊന്നും ഇല്ല. പിന്നെ അടിപൊളി.
അങ്ങനെ ഞങ്ങൾ പട്ടായയിലേക്ക് എത്തി. പിന്നെ റൂമിലേക്ക് പോയി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. പട്ടായയിലേക്ക് ഇറങ്ങുന്ന വീഡിയോയിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.